ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം. നമുക്കെന്താ അടുത്ത തിയറി ചർച്ച ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമ്മൾ അടുത്ത തിയറി എന്ന് പറയുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറിയാണ്. ഇത് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്, അതായത് നമുക്കൊരു ഔട്ട്ലൈൻ നോക്കാം. ഇത് പറയുന്നത് ഇങ്ങനെയാണ്: മീഡിയ എന്ന് പറയുന്ന സംവിധാനത്തിന് സൊസൈറ്റിയോട് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പം അത് നിറവേറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ധർമ്മം എന്നുള്ളത്. അതായത് ഏറ്റവും വലിയ മീഡിയയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൊസൈറ്റി, സമൂഹത്തോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ധർമ്മം എന്നുള്ളതാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. നമ്മുടെ സ്പൈഡർമാൻ എന്ന് പറയുന്ന മൂവിയിൽ കൊടുത്തൊരു കോട്ടാണ് കൊടുത്തത്: വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരുപാട് പവേഴ്സ് കിട്ടുകയാണ്. കൂടുതൽ പവേഴ്സ് നിങ്ങളിലേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അതിനനുസരിച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു IAS കാരനെ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു IPS കാരനെ വെച്ച് നോക്കുമ്പോൾ അയാൾക്ക് ഒരുപാട് പവേഴ്സ് അയാളെ കയ്യിലുണ്ട് എന്ന്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അയാൾക്ക് അത്രയും എന്ത് ചെയ്യുന്നുണ്ട്, ഉത്തരവാദിത്തങ്ങളും അദ്ദേഹത്തിന് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം കൂടുതലായിട്ട് പവർ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ഉത്തരവാദിത്തങ്ങളും കൂടും എന്നുള്ളതാണ്. നോക്കൂ, വലിയ ശക്തിയോടെ വലിയ ഉത്തരവാദിത്വവും ഉണ്ടാകുന്നു. നമ്മൾ വലിയ ശക്തി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, വലിയ ഉത്തരവാദിത്തങ്ങളും ഉണ്ടാകുന്നു. അപ്പം ഇവിടെ ഉദ്ദേശിക്കുന്നത് മീഡിയയാണ്. മീഡിയക്ക് ഒരുപാട് പവർ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മീഡിയ ഉത്തരവാദിത്തപ്പെട്ടിരിക്കണം എന്നുള്ളതാണ്. ഇൻ ദ കോണ്ടെക്സ്റ്റ് മാസ് മീഡിയ ഇൻ എ ഡെമോക്രസി. അപ്പം ഡെമോക്രസിയെ സംബന്ധിച്ചോളം അവിടുത്തെ മാസ് മീഡിയ എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്തം നിറവേറ്റേണ്ട ആളുകളാണ്. അവർക്ക് അവരുടേതായ പവർ ഉണ്ട്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം, അവരുടെ ഉത്തരവാദിത്തങ്ങൾ, ഇപ്പോൾ നമ്മളെ സിസ്റ്റത്തിൽ മീഡിയക്ക് ഒരുപാട് തരത്തിലുള്ള പവേഴ്സ് ഉണ്ട്. അവർക്ക് എന്ത് ചെയ്യാം, റിപ്പോർട്ട് ചെയ്യാൻ വേണം, ക്രൈം സീനിലേക്ക് ഒരു പരിധി വരെ കടന്നു ചെല്ലാം, അവിടെ ചെന്ന് അവരോട് ചോദിക്കാം, പ്രസ് മീറ്റിലേക്ക് കടന്നു ചെല്ലാം. അത്തരത്തിൽ ചില പവർ ഉണ്ട്. അതുപോലെ എന്ത് ചെയ്യാം, പബ്ലിഷ് ചെയ്യാനുള്ള പവർ ഉണ്ട്. ഏതെങ്കിലുമൊക്കെ ന്യൂസുകൾ പബ്ലിഷ് ചെയ്യാം. ആ പവേഴ്സ് എന്ത് ചെയ്യണം, അവർ റെസ്പോൺസിബിൾ ആയിട്ട് എന്ത് ചെയ്യണം, കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. മീഡിയ ഈസ് റിഗാർഡഡ് ആസ് എ ഫോർത്ത് പില്ലർ ഓഫ് ഡെമോക്രസി. ഒരു പോപ്പുലർ ആയിട്ടുള്ള സേയിങ് ആണ്, നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. മീഡിയ എന്ന് പറയുന്നത് ഒരു ഫോർത്ത് പില്ലറാണ്. നിങ്ങൾ പലപ്പോഴും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും, എന്നാലും ഓർത്ത് വെക്കാം. ഒരു ഫോർത്ത് പില്ലറാണ്, വിച്ച് ഗീവ് ദ ഇൻഫ്ലുവൻസ് ആൻഡ് അതോറിറ്റി ഇൻ എ പബ്ലിക് സ്പെയർ. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു, അതിൽ ഇൻഫ്ലുവൻസ്ഡും ആണ്. അതുപോലെ പബ്ലിക് അതോറിറ്റി ഇൻ പബ്ലിക് സ്പെയർ. അവരൊരു അതോറിറ്റി ഉണ്ട്, അവർക്ക് എന്ത് ചെയ്യണം, പബ്ലിക് സ്പെയറിൽ എന്ത് ചെയ്യുന്ന ചെന്ന് ഇടപെടാനും അത് റിപ്പോർട്ട് ചെയ്യാനും ഷൂട്ട് ചെയ്യാനൊക്കെ ഉള്ളൊരു അതോറിറ്റി അവർക്കുണ്ട്. ജേർണലിസ്റ്റ് ആൻഡ് മീഡിയ പ്രൊഫഷണൽ ഗെയിൻ ദ ക്രെഡിബിലിറ്റി ആൻഡ് സോഷ്യൽ അക്സെപ്റ്റൻസ് ഡ്യൂ ടു ദെയർ പ്രൊഫഷൻ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോൾ അവരെങ്ങനെയാണോ അത് ഡീൽ ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും. അപ്പോൾ നമ്മളെ സമൂഹത്തിൽ ജേർണലിസ്റ്റ് എന്ന് പറയുമ്പം ഒരു സ്പെഷ്യൽ, നമ്മളിപ്പം പോലീസുകാരെ ആണെങ്കിലോ, ജഡ്ജ് അല്ലെങ്കിൽ ഒരു വക്കീലിനെ ആണെങ്കിലോ, അഡ്വക്കേറ്റിനായാലും ഇതേപോലെ ഒരു റെസ്പെക്ട്ഫുള്ളി, അല്ലെങ്കിൽ ഇവരെ കാണുമ്പോൾ ഒരു സ്പെഷ്യലായിട്ട് ട്രീറ്റ്മെൻ്റ് ഒക്കെ നമ്മൾ നൽകുന്നുണ്ട്, ഒരു കാര്യം റെസ്പെക്റ്റ് നൽകുന്നുണ്ട്. ആ ക്രെഡിബിലിറ്റിയും അക്സെപ്റ്റൻസ് ഒക്കെ നേടാൻ കാരണം അവരുടെ പ്രൊഫഷൻ തന്നെയാണ്. ബിക്കോസ് ഓഫ് ദിസ് പവർ ദേ ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടു ആക്ട് എത്തിക്കലി ഇൻ ബോത്ത് സ്പീച്ച് ആൻഡ് ആക്ഷൻ. അപ്പം അവരുടെ പ്രവൃത്തി ആയാലും അതുപോലെ അവരുടെ സംസാരമായാലും ഇത് രണ്ടിലും എന്ത് ചെയ്യണം, ഇവർ വളരെ റെസ്പോൺസിബിൾ ആയിരിക്കണം, എത്തിക്കൽ ആയിരിക്കണം എന്നുള്ളതാണ് ഈ തിയറിയുടെ ആകെ കോർ ഐഡിയ എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്ന പത്രമേ ഉള്ളൂ. നമ്മൾ മീഡിയാസ് എന്ത് ചെയ്യണം, അവരുടേതായ പവർ ഉള്ളത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യണം, ഉത്തരവാദിത്വത്തോടു കൂടി പെരുമാറണം. എന്തൊക്കെയാണ് പറയുന്നത്? മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ 4ാമത്തെ സ്തംഭമായി കണക്കാക്കുന്നത്, അത് പില്ലറായിട്ട് തൂണായി കണക്കാക്കുന്നു. തൂൺ എന്ന രീതി മനസ്സിലാക്കി വെക്കാം. അതിനാൽ അവയ്ക്ക് സാമൂഹിക പരിസരത്തിൽ ശക്തിയും സ്വാധീനവുമുണ്ട് എന്നുള്ളതാണ്. പത്രപ്രവർത്തകരും മാധ്യമപ്രവർത്തകരും തങ്ങളുടേത് പോലെ സാധാരണക്കാരനില്ലാത്ത വിശ്വാസ്യതയും അംഗീകാരമുണ്ട്. അപ്പോൾ സാധാരണക്കാരനില്ലാത്ത തരത്തിലുള്ളൊരു വിശ്വാസ്യതയും അതുപോലെ അംഗീകാരമൊക്കെ സമൂഹത്തിൽ അവർക്ക് കിട്ടുന്നുണ്ട്. അതിനാൽ അവർ പറയുന്ന ഓരോ വാക്കിനും ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും നീതിപൂർണമായ ഉത്തരവാദിത്വം ഉണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഓക്കെ, ദെൻ ദേ ആർ എക്സ്പെക്റ്റഡ് ടു പ്രൊമോട്ട് ദ സോഷ്യൽ ഹാർമണി പ്രൊമോട്ട് ചെയ്യണം. അതായത് സമൂഹത്തിലെ നല്ല മലയാളത്തിൽ പറയുകയാണെന്ന് ഐക്യവും സമാധാനവും ഉയർത്തിപ്പിടിക്കണം, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള. ഗിവ് വോയിസ് ടു ദ വോയിസ്ലെസ്. അതായത് വോയിസ്ലെസ് ആയിട്ടുള്ള ട്രൈബ് ആണെങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർജിനൈസ്ഡ് സെക്ഷൻ ആയിട്ടുള്ളവരോ
അല്ലെങ്കിൽ വുമൻസിൻ്റെ കാര്യത്തിലായാലോ, ഇതിലൊക്കെ എന്തെങ്കിലും ചിലപ്പോൾ അവരെന്ത് ചെയ്തു അവർക്കൊരു വോയിസ് ഉണ്ടാവില്ല. മറ്റുള്ളവരെ ചിലപ്പോൾ മറ്റൊരു സംഘടന ഉണ്ടാവും, സംഘടന മുന്നോട്ട് വന്ന് സംസാരിക്കും, അല്ലെങ്കിൽ അസോസിയേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് സോഷ്യൽ മീഡിയ വഴി സ്പ്രെഡ് ചെയ്യാം. പക്ഷെ ഇതൊന്നും ഇല്ലാതെ വോയിസ്ലെസ് ആയി നിൽക്കുന്നവരെ എന്ത് ചെയ്യണം? ആരെ ഹെൽപ്പ് ചെയ്യണം? ഈ പറയുന്ന മീഡിയ ഹെൽപ്പ് ചെയ്യണം. അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ആക്ട് ആസ് എ ഏജന്റ് ഓഫ് പ്ലൂറലിസ്റ്റ് ആൻഡ് ഡൈവേഴ്സ് സൊസൈറ്റി. അപ്പം പ്ലൂറലിസം അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി ഒക്കെ നേരം സപ്പോർട്ട് ചെയ്യുന്ന ഒരു തിയറി നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? ലിബർട്ടേറിയൻ തിയറിയെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറഞ്ഞിരുന്നു. പ്ലൂറലിസം എന്ന് പറഞ്ഞാൽ എല്ലാ ഡൈവേഴ്സിറ്റിയും അക്സെപ്റ്റ് ചെയ്ത് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു ഐഡിയ ആണ് പ്ലൂറലിസം. അപ്പോൾ പ്ലൂറലിസം എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം. അതുപോലെ ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയെ അഡ്രസ്സ് ചെയ്യണം. ഒരു പലതരത്തിലുള്ള ലാംഗ്വേജ്, റിലീജിയൻ, കാസ്റ്റ് ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിലെ എല്ലാവരെയും ഒരേപോലെ അഡ്രസ്സ് ചെയ്യാം, നീതി ഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ എന്ത് ചെയ്യുന്നു? ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകണം. അങ്ങനെ അരികുവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ എന്താണ് പോളറൈസ് ചെയ്യപ്പെട്ട ആളുകളെ, മാർജിനലൈസ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഒരു ഭാഗത്ത് നമ്മൾ അകറ്റി നിർത്തുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യണം? അവരുടെ ശബ്ദമായി പ്രവർത്തിക്കണം. ഇതിനെന്ത് ചെയ്യുന്നു? പലത്വമുള്ള സമൂഹത്തിലെ പ്രാതിനിധ്യമുള്ളവരായി പ്രവർത്തിക്കുക. അതായത് വൈവിധ്യമാർന്ന സമൂഹത്തിൽ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടിയൊക്കെ എന്ത് ചെയ്യുക? പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുകയാണ്. നേരത്തെ മറ്റ് തിയറികളുടെ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയ പോലെ ഇവിടെ എങ്ങനെയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ, ഡ്യൂറിങ് ദ വേൾഡ് വാർ II, the debate in the USA began to push to greater government and regulation of mass media, fueled partly by the anti-communist sentiments. അപ്പം എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന വേൾഡ് വാർ ടൈമിൽ ഒരു വലിയ ഡിബേറ്റ് വന്നു. എന്തായിരുന്നു? ഗവൺമെൻറ് എന്ത് ചെയ്യണം? മാസ് മീഡിയയെ ചെറുതായിട്ട് റെഗുലേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു മൂവ്മെൻറ്റ് വന്നു. ദിസ് ഡിസ്കഷൻ ലീഡ് ടു ദ ഇൻഫർമേഷൻ ഓഫ് ഹഡ്ജിൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ കമ്മീഷൻ, ഒരു കമ്മിറ്റി ഓൺ ദ ഫ്രീഡം ഓൺ പ്രസ് 1942 ടു പ്രൊവൈഡ് ദ ഇൻഡിപെൻഡൻറ്റ് റെക്കമെൻഡേഷൻസ് ഓൺ ദ റോൾ ഓഫ് പ്രസ്. അപ്പോൾ ഈ കമ്മിറ്റി എന്ത് ചെയ്തു? ചില റെക്കമെൻഡേഷൻസ് നൽകി. എന്താണ് റെക്കമെൻഡേഷൻ? നമുക്ക് നോക്കാം. ദ കമ്മീഷൻ ഇൻക്ലൂഡ് ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഫ്രം ബോത്ത് ലിബർട്ടേറിയൻ സ്കൂൾ നമ്മൾ പഠിച്ചു കേട്ടോ. അതുപോലെ ചിക്കാഗോ സ്കൂൾ, മറ്റൊരു ഐഡിയോളജിയാണ് ചിക്കാഗോ സ്കൂൾ എന്ന് പറയുന്നത്. സപ്പോർട്ട് ദ റെഗുലേഷൻ, ഇവർ റെഗുലേഷനെ സപ്പോർട്ട് ചെയ്യുന്നു. ഹു സപ്പോർട്ട് ദ ഫ്രീ പ്രസ്. അപ്പോൾ ഒരു വിഭാഗം ഇവിടെ നോക്കുകയാണെങ്കിൽ, ഒരു വിഭാഗം നമ്മുടെ ലിബർട്ടേറിയൻ വിഭാഗം എന്ത് ചെയ്യുന്നു? ഫ്രീ പ്രസ്സിനെ, അതായത് ഫ്രീ ആക്കണമെന്ന് പറയുന്നതാണെങ്കിൽ, ചിക്കാഗോ സ്കൂൾ അതിന് ഓപ്പോസിറ്റ് ആണ് പറയുന്നത്. ഇവരിവിടെ ഫ്രീ ആക്കണമെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നോട്ട് ഫ്രീ എന്നുള്ള രീതിയിൽ റെഗുലേഷൻ വേണമെന്നുള്ള രീതിയിലാണ് ചിക്കാഗോ സ്കൂൾ മുന്നോട്ട് വെച്ചത്. സോ ചിക്കാഗോ സ്കൂൾ വാസ് സ്കെപ്റ്റിക്കൽ of the marketplace of idea theory, fearing the unregulated mass media would favor the dominant and powerful group. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മളെ ചിക്കാഗോ സ്കൂൾ എന്ത് പറയുന്നു? ഭയങ്കര സ്കെപ്റ്റിക്കൽ, വളരെ സംശയമാണ് അവർക്ക് എന്തിലാണ് അവർക്ക് സംശയം വരുന്നത്? മാർക്കറ്റ് പ്ലേസ് ഓഫ് ഐഡിയ, അതായത് ഇപ്പോൾ ഫുൾ ഫ്രീ ആക്കിയെന്ന് വിചാരിക്കാം. നമ്മൾ ലൂസിഫർ എന്നുള്ള സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടില്ല? അപ്പോൾ യു ഹാവ് എ മെസ്സേജ് എന്ന് പറയുന്ന ഒരു സീന്, അത്തരത്തിൽ എന്ത് ചെയ്യും? നമ്മൾ ഡൊമിനൻ്റ് ആയിട്ടുള്ള പവേഴ്സ് എന്ത് വരും? ഈ പറയുന്ന മീഡിയയെ കൺട്രോൾ ചെയ്യാൻ വരും. ഓക്കെ, അത്തരത്തിലാണ്. അപ്പം മാർക്കറ്റ് പ്ലേസ് ഓഫ് ഐഡിയാസ് ഉദ്ദേശം എന്താണ്? നമ്മുടെ സൊസൈറ്റിയിലുള്ള മാർക്കറ്റിലുള്ള ഏറ്റവും വലിയ ഡൊമിനൻ്റ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ കമ്പനികളൊക്കെ എന്ത് ചെയ്യും? ഈ പറയുന്ന മീഡിയ കൺട്രോൾ ചെയ്യാനായിട്ട് മുന്നോട്ട് വരും. അപ്പോൾ അതെന്ത് ചെയ്യും? ഫ്രീ ആക്കാൻ പറ്റില്ല, അതിന് റെഗുലേഷൻ വരണമെന്നാണ് ചിക്കാഗോ സ്കൂൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള മീഡിയ എന്ത് ചെയ്യും? ഡൊമിനേറ്റഡ് പവർഫുൾ ഗ്രൂപ്പിനെ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുമെന്നാണ് പറയുന്നത്. ദേ ആർഗ്യൂഡ് ദാറ്റ് വീക്കർ ആൻഡ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് മൈറ്റ് ബി അണ്ടർ റെപ്രസെൻറ്റഡ് ഓർ ഇഗ്നോർഡ് ഇൻ ദ മീഡിയ കണ്ടന്റ്. അപ്പം എന്ത് ചെയ്യും? അവർ റെപ്രസെൻറ്റഡ് ആവും, അവർക്ക് റെപ്രസെൻറ്റേഷൻ കിട്ടില്ല, അവരാരും പരിഗണിക്കില്ല. ഫുൾ പരിഗണന ആരായിരിക്കും? ഈ പറയുന്ന വലിയ ഗ്രൂപ്പിനായിരിക്കും, ഡൊമിനൻ്റായി നിൽക്കുന്ന ഗ്രൂപ്പിനായിരിക്കും. ദേ ഓൾസോ ഫിയർ ദാറ്റ് ദ ഡൊമിനൻ്റ് ഗ്രൂപ്പ് കുഡ് ബി മാനിപ്പുലേറ്റ് ദ മീഡിയ ടു ഗെയിൻ ദ പൊളിറ്റിക്കൽ ആൻഡ് പേഴ്സണൽ ഗെയിൻസ്. നേരത്തെ പറഞ്ഞതിൻ്റെ എക്സ്റ്റൻഡ് വേർഷനാണ്. ഡൊമിനൻ്റ് ഗ്രൂപ്പ് എന്ത് ചെയ്യും? പൊളിറ്റിക്കലായിട്ടും മറ്റുള്ള ഗെയിനിന് വേണ്ടിയിട്ട്, അവരുടെ പേഴ്സണൽ ഗെയിനിനൊക്കെ വേണ്ടിയിട്ട്, ചിലപ്പോൾ കമ്പനികളുടെ ലാഭത്തിന് വേണ്ടിയാവും, ഇതിന് വേണ്ടിയൊക്കെ എന്ത് ചെയ്യും? ഈ ഡൊമിനൻ്റ് ഗ്രൂപ്പുകൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ആസ് എവിഡൻസ് ദേ സൈറ്റഡ് ദ Hitler used the mass media to spread the Nazi propaganda and anti-Jewish hatred in the
ജർമ്മനി. അപ്പം ഒരു ഉദാഹരണമായി നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ. അപ്പോൾ അമേരിക്ക അതിൻ്റെ മലയാളം ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അങ്ങനെ സോ മോസ്റ്റ് മെമ്പേഴ്സ് ഓഫ് ഹഡ്ജിൻസ് കമ്മീഷൻ വേർ സപ്പോർട്ടേഴ്സ് ഓഫ് ചിക്കാഗോ സ്കൂൾ. അപ്പം സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, അമേരിക്കൻ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ അധിക പേരും എന്ത് ചെയ്യുന്നു, ചിക്കാഗോ സ്കൂളിലായിരുന്നു. ഒരു റെഗുലേഷൻ വേണമെന്നുള്ള രീതിയിലായിരുന്നു മുന്നോട്ട് വന്നിരുന്നത്. However, they opposed the direct government control over the press. ഗവൺമെന്റ് നേരിട്ട് കൺട്രോൾ ചെയ്യേണ്ട. They were also against the idea of press council, which regulate the powers, fearing it could lead to the misuse of power and media censorship. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ കൺട്രോൾ വേണം, പക്ഷെ ആര് കൺട്രോൾ ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ അവിടെ വന്നു. എങ്ങനെ? ഗവൺമെന്റ് കൺട്രോളിനെ അവർ ഓപ്പോസ് ചെയ്തു, പ്രസ് കൗൺസിലിനെയും അവർ ഓപ്പോസ് ചെയ്തു എന്നുള്ളതാണ്. സോ the Hudson Commission report combined the various conflicting views on the media regulation. It became known as the social responsibility theory of press. അപ്പം എന്ത് ചെയ്തു, ഇത് ഫൈനലി കൊണ്ടെത്തിച്ചത് ഇങ്ങനെ ഒരു തിയറിയുടെ ഒരു ഉത്ഭവത്തിലേക്കാണ്. അതായത് ആര് റെഗുലേറ്റ് ചെയ്യണമെന്നുള്ള ചോദ്യത്തിന് അവർക്ക് അങ്ങനെ പ്രത്യേക ആൻസർ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരുപാട് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള വ്യൂസ് ഒക്കെ ഇതിനുള്ളിൽ ഉണ്ടായിരുന്നു. കാരണം ഒരു ടീം വേണമെന്നും ഒരു ടീം വേണ്ടാന്നും പറഞ്ഞിട്ടുണ്ട്. ആ രണ്ടും ഓർത്ത് വെക്കണം. ആ രണ്ട് ലിബർട്ടേറിയൻ തിയറീസ് എന്ത് ചെയ്യണം, ഫ്രീ ആക്കണമെന്നാണ്, ഒരു കൺട്രോളും വേണ്ട എന്നും. ചിക്കാഗോ സ്കൂൾ എന്ത് പറയുന്നു, റെഗുലേഷൻ വേണമെന്നുമാണ് പറയുന്നത്, അവിടെ മനസ്സിലാക്കുന്നു. അതുപോലെ ആ റിപ്പോർട്ടിൻ്റെ പേരും എന്താണ്, ഹഡ്ജിൻസ് കമ്മീഷൻ എന്ന് പറയുന്ന ഒന്ന് ഓർത്ത് വെക്കണം. അത് ഹഡ്ജിൻ കമ്മീഷൻ എന്നുള്ള എന്താണ്, ഹച്ചിൻസ് കമ്മീഷൻ, മലയാളത്തിൽ നോക്കുക, ഹച്ചിൻസ് കമ്മീഷൻ എന്നുള്ളത് അവിടെ ഓർത്ത് വെക്കാം. അപ്പം ഈ തിയറിയാണ്, ഇതാണ് പിന്നെ ഈ കോൺഫ്ലിക്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്തത്, എന്തായിട്ട് അറിയപ്പെടുന്നത്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി ഓഫ് പ്രസ് എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. സോ ദ തിയറി എംബസൈസ് ദ നീഡ് ഓഫ് എൻ ഇൻഡിപെൻഡന്റ് പ്രസ് ദാറ്റ് മോണിറ്റേഴ്സ് ദ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പ്രൊവൈഡ് ദ അക്യുറന്റ് ആൻഡ് ഫെയർ ആൻഡ് ഒബ്ജക്റ്റീവ് ഇൻഫർമേഷൻ. ഈ തിയറി എന്താ മുന്നോട്ട് വെക്കുന്നത്, ഒരു ഫ്രീ ആയിരിക്കണം, അതേസമയം ഇവരെന്ത് ചെയ്യണം, ഇവരെ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇവരെ മോണിറ്റർ ചെയ്യണം. അതായത് ഇവർ ഒരു ലിമിറ്റൊന്നും ഇല്ലാതെ ഇങ്ങനെ ചുമ്മാ അങ്ങനെ പോവല്ല, ഫെയർ ആയിട്ടും അക്യുറൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവർ നൽകാവുള്ളൂ. അതിന് റെസ്പോൺസിബിലിറ്റി കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നുള്ളതാണ്. ഇറ്റ് ഇന്നോവേറ്റീവ് ഐഡിയ വാസ് ദാറ്റ് മീഡിയ ഷുഡ് ഹെൽപ്പ് ദ ക്രിയേറ്റ് ദ പ്ലൂറലിസ്റ്റിക്, ക്രിയേറ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് സൊസൈറ്റി. നല്ലൊരു സൊസൈറ്റി ഉണ്ടാക്കിയെടുക്കാം. എ റെസ്പോൺസിബിൾ പ്രസ് ഷുഡ് ബി നോട്ട് ജസ്റ്റ് എ പവർഫുൾ ബട്ട് ഓൾസോ വീക്കർ ആൻഡ് മാർജിനലൈസ്ഡ് സെക്ഷൻ ഓഫ് സൊസൈറ്റി. അപ്പോൾ എന്താണ്, ജസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ആളുകൾ മാത്രം കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന ഒരു സംവിധാനമായിട്ടല്ല, മറിച്ച് എന്താണ്, വീക്കർ ആയിട്ടുള്ളവരും മാർജിനലൈസേഷൻ എല്ലാവരും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഈ പറയുന്ന മീഡിയ എന്ന് പറയുന്നത് മുന്നോട്ട് പോകേണ്ടത്. സോ മീഡിയ മസ്റ്റ് ഗിവ് ദ അക്യുറേറ്റ് ആൻഡ് അൺബയാസ്ഡ് ഇൻഫർമേഷൻ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ് ഷുഡ് ബി ഹെൽപ്പ് പ്രൊമോട്ട് ദ ഡെമോക്രാറ്റിക് വാല്യൂസ്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. എന്ത് ചെയ്യണം, പറയുന്ന കാര്യങ്ങളൊക്കെ നൽകണം. അതൊക്കെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ ഇത് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയേ പറ്റുള്ളൂ. മീഡിയ ഷുഡ് മേക്ക് ഷുവർ ദ സൊസൈറ്റി വർക്ക് ഫെയർ ആൻഡ് ഡെമോക്രാറ്റിക്. അപ്പോൾ ഇവിടെ എപ്പോഴും നിങ്ങൾ മുന്നോട്ട് വെക്കേണ്ട ചില ടേമുകളാണ് അക്യുറേറ്റ് ആയിരിക്കണം, ഫെയർ ആയിരിക്കണം, അൺബയാസ്ഡ് ആയിരിക്കണം, മാർജിനലൈസ് സൊസൈറ്റിയെ ഉൾപ്പെടുത്തണം, ഓക്കെ, ഫാൾസ് ഇൻഫർമേഷൻ നൽകാൻ പാടില്ല. ഇതൊക്കെയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ. അപ്പോൾ മാധ്യമങ്ങൾ ശുദ്ധവും നിഷ്പക്ഷവുമായിരിക്കണം, സ്വാതന്ത്ര്യം പോലുള്ള ജനാധിപത്യ മൂല്യങ്ങളും മാധ്യമങ്ങളും പ്രോത്സാഹിപ്പിക്കണം, നീതിപൂർണ്ണമായിരിക്കണം എന്നിവ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കാം. ഓക്കെ, ദെൻ മുന്നോട്ട് നോക്കുകയാണെങ്കിൽ social responsibility theory is seen as a radical approach because it supports the freedom of expression combined with the great responsibility. ഈ ലിബർട്ടേറിയൻ തിയറി ഒന്നും അങ്ങനെ ഈ റെസ്പോൺസിബിലിറ്റിയിൽ എന്ത് ചെയ്തില്ല, കൂടുതലായിട്ട് ഊന്നൽ നൽകിയിരുന്നില്ല. എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ എന്താണ്, നമ്മുടെ ഈ തിയറി എന്തിലും കൂടി കൂടുതൽ സപ്പോർട്ട് നൽകുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റി കൂടി ആര് നോക്കണം, ഈ പറയുന്ന മീഡിയാസ് നോക്കണം. അവർക്ക് ഫുൾ ഫ്രീഡം മാത്രമല്ല റെസ്പോൺസിബിലിറ്റീസും വേണം. ദിസ് തിയറി പ്രൊമോട്ട് an ideal role of media professional, encourage them to serve the cultural pluralism even if it's lead to the financial loss or upset the powerful elite. അപ്പോൾ ഇതെന്താ, ചിലപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ലോസ് ഒക്കെ വരുത്തിയാലും, അല്ലെങ്കിൽ ചിലപ്പം എന്ത് ചെയ്യണം, നമ്മൾ വലിയ വലിയ എലൈറ്റ് ക്ലാസ്സിനൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യണം, അവർ നിരാശപ്പെടുത്തേണ്ടി വരും, അവർക്കെതിരെയുള്ള കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരും, അവരുടെ പ്രോഫിറ്റ് ചിലപ്പം കോട്ടം സംഭവിച്ചേക്കാം. ഇതൊക്കെ സംഭവിക്കുമെങ്കിലും എന്ത് ചെയ്യണം, കൾച്ചർ പ്ലൂറലിസം ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ്. ഇതൊക്കെ റിയൽ ഇതിലേക്ക് വരുമ്പോൾ മാറും. കാരണം ഈ പറയുന്ന മീഡിയ ഫണ്ട് ചെയ്യുന്നവരായിരിക്കും ഈ പറയുന്ന
എലൈറ്റ് ക്ലാസ് ആണ് മീഡിയ ഫണ്ട് ചെയ്യുന്നത്, അല്ലാതെ അവർക്ക് നിലനിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ബൈ സപ്പോർട്ടിങ് ഡൈവേഴ്സ് ഗ്രൂപ്പ് ഇൻ ദ സൊസൈറ്റി ദ മീഡിയ ഹെൽപ്പ് സ്ട്രെങ്തൻ ആൻഡ് പ്രൊട്ടക്ട് ദ ഡെമോക്രസി. ഓക്കെ, അതൊന്ന് മലയാളത്തിലൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അക്കോർഡിംഗ് ടു എന്താണ് ഡെന്നീസ് മാക്വെൽ, ദ തിയറി ഈസ് ബേസ്ഡ് ഓൺ സെവറൽ കോർ പ്രിൻസിപ്പിൾ. പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ എന്തൊക്കെയാണ്? സോഷ്യൽ ഒബ്ലിഗേഷൻ ആണ്. സൊസൈറ്റിയിൽ ഒരു ഉത്തരവാദിത്തമുണ്ട്, ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്. ഓക്കെ, സൊസൈറ്റിയോട് എന്ത് ചെയ്യണം? സാമൂഹിക ഉത്തരവാദിത്തമുണ്ട്. മീഡിയ സമൂഹത്തോട് ഉത്തരവാദിത്തം എന്താണ് അംഗീകരിക്കണം എന്നുള്ളതാണ്. മീഡിയ മസ്റ്റ് റെക്കഗ്നൈസ് ആൻഡ് ഫുൾഫിൽ സർട്ടൺ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദ സൊസൈറ്റി. അപ്പം മീഡിയ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം, അവരെ അംഗീകരിക്കണം. അതേസമയം അങ്ങനെ അംഗീകരിച്ചാൽ മാത്രം എന്ത് ചെയ്യണം? മീഡിയ തിരിച്ച് സൊസൈറ്റിയോട് എന്ത് ചെയ്യണം? ചില ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നുണ്ട് എന്നുള്ളതാണ്. പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം, അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കരുത്. ട്രൂത്ത്ഫുൾനെസ് ഉണ്ടാവണം, അക്യുറൻസി ഉണ്ടാവണം, ബാലൻസ് കീപ്പ് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ ബാലൻസ് കീപ്പ് ചെയ്യണം. ഇൻഫോർമേറ്റീവ് ആയിരിക്കണം, അല്ലാതെ ഈ പറയുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യരുത്. അതാണ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നത്. സെൽഫ് റെഗുലേഷൻ, ഇവരെ റെഗുലേറ്റ് ചെയ്യാൻ വേറൊരു ടീം വരണമെന്നില്ല, ഇവർ തന്നെ സ്വയം റെഗുലേറ്റ് ചെയ്തുകൊണ്ടേ മുന്നോട്ട് പോകണം. മീഡിയ ഷുഡ് ബി റെഗുലേറ്റ് ദെംസെൽഫ് റെസ്പോൺസിബിളി വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് ലോ ആൻഡ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇവരെന്ത് ചെയ്യണം? നമ്മളെ നിലനിൽക്കുന്ന സൊസൈറ്റിയിലെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ ഹാംഫുൾ ആയിട്ടുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ ചെയ്യാൻ പാടില്ല എന്നുള്ള ഓരോ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ നിയമങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഇവർ വർക്ക് ചെയ്യേണ്ടത്. അതായത് സെൽഫ് റെഗുലേഷൻ ആയിരിക്കണം. ഓക്കെ, അവോയ്ഡ് ഹാംഫുൾ കണ്ടന്റ്. ഇപ്പം എന്ത് ചെയ്യണം? ക്രൈമും വയലൻസും ഡിസോർഡറും ഒഫൻഡർ ആയിട്ടുള്ള മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഒഫൻഡർ ആയിട്ടുള്ള കാര്യങ്ങളോ ഒഫൻസ് ആയിട്ടുള്ള കാര്യങ്ങളോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഭയങ്കര ഫ്രീ ആയിട്ട് പബ്ലിഷ് ചെയ്യാൻ പാടില്ല. അതിനൊക്കെ ലിമിറ്റ് ഉണ്ട്, ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഇന്നത്തെ കാലത്തിലൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ചിലപ്പോൾ AI സംബന്ധമായിട്ടുള്ള വീഡിയോസ് ആവാം, ചിലപ്പം മാനിപ്പുലേറ്റ് ചെയ്തുണ്ടാക്കുന്നതാണ്, എല്ലാ സമയങ്ങളിലും ഉണ്ടാകുന്നതാണ്. ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ വലിയ വർഷങ്ങൾക്ക് മുമ്പുള്ള വീഡിയോസൊക്കെ എന്ത് ചെയ്യും, ഇപ്പോൾ സ്പ്രെഡ് ആവും. ചിലപ്പം ഫ്ലഡ് ആയിരിക്കാം, എന്തെങ്കിലും ആയിരിക്കും. അപ്പം അത്തരത്തിൽ എന്ത് ചെയ്യണം? ട്രൂത്ത് നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് ചെക്ക് ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. പ്ലൂറലിസം ആൻഡ് ഡൈവേഴ്സിറ്റി, നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നു. പ്ലൂറലിസം, ഡൈവേഴ്സിറ്റി, നമ്മുടെ സൊസൈറ്റി വളരെ ഡൈവേഴ്സിഫൈഡ് ആണ്, മൾട്ടിപ്പിൾ വ്യൂ പോയിന്റ്സ് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ പരിഗണിക്കണം. ഒരുപാട് റിലീജിയൻ ആയാലും കാസ്റ്റ് ആയാലും റേസ് ആയാലും ഇനി ഏത് രീതിയിലായാലും പല ഡൈവേഴ്സിറ്റി നമുക്കുണ്ട്. ആ ഡൈവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്ത് എല്ലാവരും റെസ്പെക്ട് ചെയ്ത് മുന്നോട്ട് പോകണം. പബ്ലിക് അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കണം, സൊസൈറ്റി ഹാസ് ദ റൈറ്റ് ടു അക്സെപ്റ്റ് ദ ക്വാളിറ്റി ഫ്രം ദ മീഡിയയിൽ നിന്നൊരു ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്യണമെന്ന്. ഇന്റർവെൻഷൻ ഇൻ ദ ജസ്റ്റിഫൈഡ് ഇറ്റ് നെസസറി പ്രൊട്ടക്ട് ദ പബ്ലിക് ഗുഡ്. അപ്പോൾ എന്ത് ചെയ്യണം? ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഒരു ജസ്റ്റിഫൈഡ് ആയിട്ട് നീതിയുക്തമായിട്ട് മുന്നിട്ട് ഇറങ്ങേണ്ട ഒരു വിഭാഗമാണ്. അല്ലെ പബ്ലിക് ഗുഡിന് വേണ്ടിയിട്ട്, അല്ലെ പേഴ്സണൽ ഗുഡ് അല്ല, പബ്ലിക് ഗുഡ്, പൊതു നന്മക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രവർത്തിക്കേണ്ടവരാണ് ഈ പറയുന്ന മീഡിയ എന്ന് പറയുന്നത് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. മീഡിയ അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കണം, പബ്ലിക് അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കണം, മീഡിയ അക്കൗണ്ടബിലിറ്റി. ജേർണലിസ്റ്റ് ആൻഡ് മീഡിയ പ്രൊഫഷണൽ ഷുഡ് ബി അക്കൗണ്ടബിൾ നോട്ട് ഓൺലി ദ എംപ്ലോയർ ആൻഡ് മാർക്കറ്റ് ബട്ട് ഓൾസോ ദ സൊസൈറ്റി അറ്റ് ലാർജ്. ഇപ്പോൾ ഇവർ അക്കൗണ്ടബിൾ മീഡിയ, അതായത് നേരത്തെ പബ്ലിക് അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരുന്നതാണ്. ഇപ്പം എന്താ മീഡിയയിലുള്ള ജനങ്ങൾ എന്തിനാണ് അക്കൗണ്ടബിൾ ആയിരിക്കണം. ഒന്നെങ്കിൽ അവിടുത്തെ സുപ്പീരിയർ ഓഫീസറോ അല്ലെങ്കിൽ സ്റ്റാഫ് എന്താണ് ഉദ്യോഗസ്ഥനോടാവാം, അല്ലെങ്കിൽ അവിടുത്തെ പൊസിഷനിലിരിക്കുന്ന ആരോ, അതെല്ലാം ജനങ്ങളുമായിട്ട് എന്ത് ചെയ്യണം? അക്കൗണ്ടബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ഇതിലും നോക്കുന്ന പോലെ നമ്മൾ ക്രിറ്റിസിസം നോക്കുകയാണ്. എന്താണ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്? ക്യാൻ ലീഡ് ടു ദ സെൻസർഷിപ്പ് ആൻഡ് സപ്രഷൻ ഓഫ് ഫ്രീ സ്പീച്ച്. ഇത് ചിലപ്പോൾ എന്ത് ചെയ്യാം? ഈ പറയുന്ന റെസ്പോൺസിബിലിറ്റി എന്നുള്ള കാര്യം മുന്നോട്ട് വെക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും? സെൻസർഷിപ്പ് എന്നിലേക്കോ സപ്രഷൻ ഓഫ് ഫ്രീ സ്പീച്ചിലേക്കോ എത്തിക്കാം. ഓക്കെ, നമ്മൾ പറയല്ലോ, നമ്മൾ തുടക്കത്തിൽ ഗവൺമെന്റ് ഇതിനാണ് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ എന്ത് ചെയ്യാം? ഒരു എക്സ്റ്റെൻഡ് പയ്യെ എന്ത് ചെയ്യാം? അത് എന്തിലേക്ക് നീങ്ങാം? സപ്രഷനിലേക്ക് നീങ്ങാം എന്നുള്ളതാണ്. വെൻ മീഡിയ ഈസ് എക്സ്പെക്ടഡ് ടു ആക്ട് ഇൻ ദ പബ്ലിക് ഇൻട്രസ്റ്റ് ഇറ്റ് മേ ഫീൽ പെർസ്യൂഡ് ടു സെൻസർ ദ സെൽഫ് സെൻസർ ടു അവോയ്ഡ് ദ ഒഫൻഡിങ് ആൻഡ് അതോറിറ്റി ഓർ പബ്ലിക്. ഒന്നെങ്കിൽ എന്ത് ചെയ്യും? പബ്ലിക് ഗുഡിന് വേണ്ടിയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യാം? ചിലപ്പോൾ ഒരു സെൻസർഷിപ്പിലേക്കോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം? സെൽഫ് സെൻസർ, അവർ തന്നെ സ്വയം എന്ത് ചെയ്യാം? സെൻസർ ചെയ്യുന്നതിനും ചിലപ്പം പോസിബിൾ ആവും, അല്ലെങ്കിൽ അതിലേക്ക് ലീഡ് ചെയ്യാമെന്നുള്ളതാണ്.
സെൻസർഷിപ്പിലേക്കും സ്വതന്ത്ര ലംഘനത്തിലേക്കും നയിക്കാമെന്ന്, സ്വതന്ത്രമായിട്ടുള്ള സെൻസർഷിപ്പിലേക്ക് നടത്താം എന്നുള്ളതാണ്. ഓക്കെ, എന്താണ്, സമൂഹത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി മീഡിയ തന്നെ നിയന്ത്രിക്കുകയോ സെൻസർഷിപ്പ് ചെയ്യുകയോ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ദിസ് കുഡ് റെഡ്യൂസ് ദ മീഡിയ ഫ്രീഡം ആൻഡ് പ്രിവെന്റ് ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് അക്യുറേറ്റ് ആൻഡ് ഇമ്പാർഷ്യൽ റിപ്പോർട്ടിംഗ്, വീക്കനിങ് കോർ ഫങ്ഷൻ ഓഫ് ഡെമോക്രസി. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ഫങ്ഷൻസ് നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കീപ്പ് ചെയ്യണമെന്നുള്ള രീതിയിൽ ഫങ്ഷൻ ചെയ്യുമ്പം ചിലപ്പോൾ എന്ത് ചെയ്യാം, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനോ സെൽഫ് റെഗുലേഷൻ വരുത്താനൊക്കെ സാധ്യതയുണ്ട്. സെൽഫായിട്ട് എന്തുണ്ടാക്കാം, സെൻസർഷിപ്പ് നടത്തിയേക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിറ്റിസിസത്തിൻ്റെ ടൈം എന്താണ്, സെൽഫ് സെൻസർഷിപ്പാണ്. ഇവിടെ പറഞ്ഞു സെൽഫ് സെൻസർഷിപ്പ് ചിലപ്പം സംഭവിക്കാം, അതായത് അവർ തന്നെ എന്ത് ചെയ്യും, ചിലപ്പം സെൻസർ ചെയ്തേക്കാം എന്നുള്ളതാണ്. In the present day, the social responsibility theory remains relevant as a framework for understanding role of media democratic society. അപ്പോൾ ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ പറയുന്ന സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിത്ത് ദ റൈസ് ഓഫ് സോഷ്യൽ ആൻഡ് മീഡിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, ദ മീഡിയ ലാൻഡ്സ്കേപ്പ് ഹാസ് ബിക്കം മോർ ഡൈവേഴ്സ് ആൻഡ് ഫ്രാഗ്മെൻറ്റ്. ഇന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഒക്കെ വരവോടുകൂടി ഒരുപാട് ഡൈവേഴ്സിഫൈഡ് ആയി മാറിയിരിക്കുന്നുണ്ട്. പലതരത്തിലുള്ള മീഡിയ, ഒരുപാട് ഇപ്പം യൂട്യൂബിൽ മീഡിയാസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് തന്നെ ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഒരു ന്യൂസ് ചാനൽ തുടങ്ങാവുന്നുള്ളൂ. ദിസ് ഷിഫ്റ്റ് ഹാസ് ക്രിയേറ്റഡ് ബോത്ത് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ചലഞ്ചസ് പ്രൊമോട്ടിംഗ് ദ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഇവിടെ നിലവിൽ കുറേ ചലഞ്ചസ് ഉണ്ട്. ഇവരൊക്കെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരാം. അപ്പോൾ ഇതുകൊണ്ട് ഗുണങ്ങളുണ്ട്. ചിലപ്പം സാധാരണ മീഡിയ റിപ്പോർട്ട് ചെയ്യാത്ത കാര്യങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഈ പറയുന്ന മറ്റ് സോഷ്യൽ മീഡിയാസ്, യൂട്യൂബ് മീഡിയാസ്, അങ്ങനത്തെ ഇവരൊക്കെ ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്തേക്കാം. ഇതേപോലെ തന്നെ ഇവർ ഫാൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നൽകാം, ഓവറായിട്ട് അനാവശ്യമായ സ്ഥലങ്ങളിൽ എംഫസൈസ് ചെയ്യാം. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ഓൺ ദ അതർ ഹാൻഡ്, ഇന്റർനെറ്റ് ഹാസ് മെയ്ഡ് ഇറ്റ് ഈസിയർ ഫോർ ഇൻഡിവിജ്വൽ ടു ഗ്രൂപ്പ് ടു ആക്സസ് വൈഡ് റേഞ്ച് ഓഫ് വ്യൂ പോയിന്റ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ പബ്ലിക് ഡിസ്കോഴ്സസ്. സ്വാഭാവികമായിട്ടും ഇൻ്റർനെറ്റ് വന്നതോടുകൂടി എല്ലാവർക്കും കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടാൻ തുടങ്ങി. വേൾഡ് മൊത്തം ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ മതി, മിനിറ്റുകൾ മതി. ട്വിറ്ററിലോ എക്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ വിതിൻ മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യും, എല്ലായിടത്തും സ്പ്രെഡ് ആവും, നമുക്ക് ന്യൂസുകൾ കിട്ടും. എന്താ പറയുക, അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ മറ്റ് ടി വി ചാനലുകളിലോ അല്ലെങ്കിൽ മറ്റ് മീഡിയാസിലൊക്കെ വരാം. ഇത് ഓൾസോ എനേബിൾ റാപ്പിഡ് സ്പ്രെഡ് ഓഫ് ഫാൾസ് ഇൻഫർമേഷൻ, മിസ്ലീഡിങ് information that and lead to the formation of echo chamber where users are exposed only to viewpoints that reinforce their own beliefs. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് എന്ത് ചെയ്യാം, മിസ്ലീഡിങ്ങിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം, ചിലപ്പോൾ ഇങ്ങനത്തെ ഈ ഇൻ്റർനെറ്റ് പ്രകാരം എന്ത് ചെയ്യാം, മിസ്ലീഡിങ് ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യാനും പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊരു വിഷയമാണ്, നിങ്ങൾ നോക്കാം. In this context, social responsibility theory can guide media organizations and individual journalism to prioritize accuracy, fairness, and public service in their reporting. ഇതൊക്കെ എൻഷുർ ചെയ്യണം. എന്താണ് പ്രയോറിറ്റൈസ്, തുടക്കം മുതലേ നമ്മൾ പറയുന്ന പ്രയോറിറ്റൈസ് അക്യുറൻസി, ഫെയർനെസ്, പബ്ലിക് സർവീസ്, ഇതൊക്കെ എൻഷുർ ചെയ്യണമെന്നുള്ളതാണ്. ദിസ് ഇൻക്ലൂഡ് ദ കമ്മിറ്റ്മെൻറ്റ് ടു ഫാക്ട് ചെക്കിംഗ്, ട്രാൻസ്പെറൻസി. ഫാക്ട് ചെക്കിംഗ് എന്നുള്ള ടൈം ഇടയ്ക്കിടയ്ക്ക് അവർ മെൻഷൻ ചെയ്തുകൊണ്ടുണ്ട്. ഇതിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ടേം പറയുന്നത്, പക്ഷേ ഫാക്ട് ചെക്കിംഗ് നിങ്ങൾക്ക് വളരെ ബുക്ക് മാർക്ക് ചെയ്യേണ്ട ഒരു ടേമാണ്. ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യണം, ഡൈവേഴ്സ് ന്യൂസുകൾ കവർ ചെയ്യണം. ഒരു വിഭാഗത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ന്യൂസുകൾ കവർ ചെയ്യുക, അതാണ് ഡൈവേഴ്സ്ഡ് അല്ല എന്ന് പറയുന്നത്. ഡൈവേഴ്സ് ആണ്, എല്ലാ വിഭാഗത്തെയും നമ്മൾ പരിഗണിക്കണം. ആൻഡ് എഫേർട്ട് ടു പ്രൊമോട്ട് ദ മീഡിയ ലിറ്ററസി ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഫർദർ മോർ എന്തൊക്കെ നോക്കാം, ഫ്രെയിംവർക്ക് ഹെൽപ്പ് ടു ഹോൾഡ് ദ മീഡിയ ഓർഗനൈസേഷൻ അക്കൗണ്ടബിൾ when they fail to uphold this standard. സ്വാഭാവികമായിട്ടും അവരെ ഇടയ്ക്ക് വീക്കാകുമ്പോൾ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ തിയറി സഹായിക്കുമെന്നുള്ളതാണ്. ദിസ് മേ ഇൻവോൾവ് ദ ഇൻഡിപെൻഡൻറ്റ് മോണിറ്ററിംഗ്, റെഗുലേഷൻ, വെൽ പബ്ലിക് പ്രഷർ ആൻഡ് ക്രിറ്റിസിസം ഫ്രം ദ സിവിൽ സൊസൈറ്റി ഗ്രൂപ്പ്. ഈ തിയറി ഫോളോ ചെയ്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പല മേഖലയിൽ നിന്നും മീഡിയയ്ക്ക് എപ്പോഴും അക്കൗണ്ടബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് നേരത്തെ പറഞ്ഞ സെൽഫ് സെൻസർഷിപ്പ് ചിലപ്പോൾ വന്നേക്കാം, ചിലപ്പോൾ റെഗുലേഷൻസ് വരാം, അങ്ങനെയുള്ള സാധ്യതകൾ നമ്മൾ പറഞ്ഞു നിർത്തുക. സോ അത്രയാണ് നമുക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറിയെക്കുറിച്ച് പറയാനുള്ളത്. നമുക്ക് ഒരു തിയറിയും കൂടി ഉള്ളൂ, ആ തിയറിയും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലാസ്, ഈ യൂണിറ്റ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഓരോ തിയറികളായിട്ട് നിങ്ങൾ നോട്ട് ഉണ്ടാക്കി വെക്കുക. ആ തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കീ ടേംസ് മാത്രം എന്ത് ചെയ്യാം,
നിങ്ങൾ ക്ലാസ്സിൽ ഈ നിങ്ങൾ നോട്ടിൽ ഉൾപ്പെടുത്താൻ നോക്കുക. ഓൾ ഓഫ് യു താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.